അല്ലാഹ് എന്ന് ഒരാളെങ്കിലും ഭൂമുഖത്ത് പറയുമ്പോ ഈ ലോകത്തിന് അവസാനമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലയോ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ റാത്തീബിന്റെ അവസാനമായി പഠിപ്പിക്കുന്നത് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹ്. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹു എന്നതാകുന്ന വ്യക്തിയിലാണ്, പടച്ചറപ്പിലാണ്, സംരക്ഷകനാണ്. ആ സർവ്വാധിപതിയാകുന്ന പടച്ചറപ്പിന്റെ കൈകളിലാണ്. ഈ ലോകത്തിന്റെ അധിപനാശക്തി അവന്റെ അധികാരത്തിലത്രേ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റസൂൽ ഓർമ്മപ്പെടുത്തുകയും ആ പ്രവാചകരുടെ അനുയായികൾ ജീവിതത്തിൽ പ്രവർത്തുകയും തങ്ങള് അവിടുന്ന് ജീവിതത്തിൽ പഠിപ്പിച്ചതാകുന്ന റാത്തീബുകൾ, അവിടുന്ന് പഠിപ്പിച്ച അദ്കാറുകൾ അതിന്റെ അവസാനമായി പറയുകയാണ് അല്ലാഹു അല്ലാഹ് അല്ലാഹ്. തീർന്നില്ല. ആ റാത്തീബ് മുഴുവൻ പരിശോധിച്ചു നോക്ക്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എന്റെ കൂടെയുണ്ട്, അവൻ എന്നിൽ സന്നിഹിതനാണ്, അവൻ എന്നോടൊപ്പമുണ്ട്, അവന്റെ രക്ഷയാണ് എന്നിലുള്ളത്, അവനാണ് എനിക്ക് സർവ്വതും നൽകുന്നത്. ഇതൊരു മുഅ്മിൻ വിശ്വസിച്ചാൽ, ഇതൊരു മുഅ്മിൻ രൂഢമൂലമാക്കിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഉലകത്തിൽ, ഈ ദുനിയാവിൽ ഒരു പ്രശ്നവുമില്ല, പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമാക്കുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ പോലും ഉണ്ടാവുകയില്ലത്രേ. അന്നാണ് ലോകാവസാനം ഉണ്ടാവുക. സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ എന്തിലേക്കാ കൊണ്ടുപോകുന്നത്? ഈ ലോകത്തുള്ള സർവരും മരിക്കും എന്ന തത്വത്തിലേക്കാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി ഒന്നാമത്തെ ഊത്തിനെ പറ്റി, രണ്ടും മൂന്നും ഊത്തിനെ പറ്റി അല്ലാഹു ഓർമ്മപ്പെടുത്തിയ സൂറത്തു സുമറിൽ ഒറ്റ ആയത്തിൽ في السماوات وما في الأرض إلا من شاء الله. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് പറയുകയാണ്. മനുഷ്യ മാനവ ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് വയൗമ യുൻഫഖു ഫിസ്സൂർ. സൂറത്തുൽ കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്തങ്ങോട് നടത്തുമ്പോ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും ആ ഊത്ത് കേൾക്കുന്നതോടുകൂടി ഭയപ്പെടുമേ, ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് പോകുമേ എന്ന് പരിശുദ്ധ എല്ലാവരും പേടിക്കും. ഒന്നാമത്തെ ഊത്തിന്റെ പ്രത്യേകത സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ് ഒന്നാമത്തെ ഊത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആനാണ് സൂറത്തുൻ നംൽ. ഒന്നാമത്തെ ഊത്തതാണ്. ഇതെന്തിലൂടെ ഊതുക? സൂറന്ന കാഹളത്തിലൂടെയാണ്. ലമ്മാ ഫറല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് കഴിഞ്ഞതാകുന്ന റബ്ബ് ഉടനെ തന്നെ മൂന്നാമതായി സൃഷ്ടിച്ച സൂറന്ന കാഹളത്തെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാറാബിയായ മനുഷ്യനെ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സൂറിനെ പറ്റി ചോദിക്കുകയാണ്. സൂറൻ പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. സൂറിനെ കുറിച്ച് പ്രവാചകൻ വാചാലനാവുകയാണ്.
റസൂൽ പറഞ്ഞു അത്രേ ഫവല്ലദീ നഫ്സി ബിയദിഹി ഹുവ ഖർനുൻ മിൻ നൂർ സഹാബത്തെ അത് പ്രകാശത്താലുള്ള കുഴലാണ് സാബ വല്ലദീ നഫ്സി ബിയദിഹി എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ആ സൂര്യന്റെ വലിപ്പമുണ്ടല്ലോ അതിന്റെ വ്യാസമുണ്ടല്ലോ അതിന്റെ നീളമുണ്ടല്ലോ ആകാശഭൂമികൾക്കിടയിൽ എത്രമാത്രം വലിപ്പമുണ്ടോ എത്രമാത്രം വ്യാസമുണ്ടോ നീളമുണ്ടോ അത്രമാത്രം നീളവും വ്യാസവും സൂറത്തുൽ കാഹളത്തിനുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി ആ സൂറത്തുൽ കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുകയാണ് ഒന്നാമത്തെ ഊത്തങ്ങോട് ഓതുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അത് തന്നെയാണ് പറഞ്ഞത് كيف تعيم يا صابا كيف صابا كيف شرب يا صابا وصاحب القرن قد التقم القرنا وهوى جبهته واسغى سمعه الى الارض എങ്ങനെയാണ് എനിക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുക സഹാബത്തെ എനിക്ക് എങ്ങനെയാണ് നല്ലതുപോലെ ആഹാരം ആനന്ദിച്ചുകൊണ്ട് കഴിക്കാൻ കഴിയുക വസാഹിബുൽ ഖർനി സൂറന്റെ ഉടമസ്ഥനുണ്ടല്ലോ സൂര്യന്റെ വാഹകനുണ്ടല്ലോ ആ സൂര്യനെ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ തഖമൽ ഖർന സൂര്യനെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നെറ്റിത്തടം താഴ്ത്തിയിട്ടിരിക്കുകയാണ് അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് അള്ളാഹു ഊതാൻ വേണ്ടി കൽപ്പിക്കുക ഇത് കേടുകൊണ്ട് കാത്തിരിക്കുന്നതാകുന്ന ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഊതാൻ വേണ്ടി കാത്തു നിൽക്കെ ഈ ദുനിയാവിൽ കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക ആനന്ദിച്ചുകൊണ്ട് കുടിക്കാൻ കഴിയുക എന്ന് നബിയുനാ റസൂലുള്ളാഹി ആ സൂറന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊത്തം കൊണ്ട് നടക്കുന്ന സന്ദർഭത്തിലോ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിക്കും എല്ലാവരും പേടിക്കും ഒരൊറ്റ ഊത്ത് ആ ഊത്തിന്റെ പേരെന്താണ് നഫ്ഹത്തുൽ ഫസ്അ സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാവരും പേടിക്കും ആ ഊത്തങ്ങോട് കഴിഞ്ഞ് 40 കൊല്ലം പിന്നീട് കാത്തിരിക്കേണ്ടി വരും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു രണ്ടാമത്തെ ഊത്തിന് വേണ്ടി നല്ലതുപോലെ ശ്രദ്ധിക്കുക ഞാൻ കൊണ്ടുപോകുന്ന ഭാഗം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കും എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ഈ ലോകത്തുള്ള സർവ്വർക്കും മരണമുണ്ട് എന്ന തത്വത്തിലേക്ക് നല്ലതുപോലെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തുക 40 കൊല്ലം കഴിയും 40 സനതൻ ശഫീഉനാ റസൂലുള്ളാഹി 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്ത് വരിക അതവിടെ പറയുന്നു സൂറത്തുൽ സുമറിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി രണ്ടും മൂന്നും ഊത്തിനെ കുറിച്ച് മൂന്നാമത്തെ ഊത്ത് നഫ്ഖത്തു സഈഖ് സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ് മൂന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ബഅസ് മരിച്ചു കിടക്കുന്ന വ്യക്തികളെ പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ് മഹ്ശറയിലേക്ക് തെളിച്ചു കൊണ്ടുപോകാനുള്ള ഊത്താണ് സൂറത്തുൽ സുമർ അല്ലാഹു ഓർമ്മപ്പെടുത്തുക ونفخ في الصور فصعق من في السماوات ومن في الأرض ثم نفخ فيه أخرى فإذا هم قيام ينظرون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് ജനങ്ങൾ മുഴുവൻ പേടിച്ച് 40 കൊല്ലത്തോളം പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് ഊതാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറത്തുൽ കാഹളത്തിലൂടെ ഊതുമത്രേ വനുഫിഖ ഫിസ്സൂർ صعق من في السماوات ومن في الأرض
രണ്ടാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തി കഴിയുമ്പോ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മരിച്ചു വീഴുമേ, മരിച്ചു വീഴുമേ. ഇല്ലാ മാ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഊത്തിലൂടെ തന്നെ മരിക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാവരും മരിക്കും, എന്നാൽ ചില ആളുകൾ മരിക്കൂല. ആര് പറയാൻ? ഖുർആൻ പറയാൻ. അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ ഊത്തിലൂടെ മരിക്കും. അപ്പൊ എന്താ, എല്ലാരും മരിക്കൂലേ? ആരാ മരിക്കാത്തവര്? അത് ഒന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് അസീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുകളും അർവാഹു ശുഹദാ എന്ന് മറ്റൊരു റിവായത്തിൽ കാണുന്നു. ഇവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു മരിപ്പിക്കുകയാണ്. ഊത്തിലൂടെ തന്നെ അല്ലാഹു മരിപ്പിക്കും. 2-3 ഊത്തുകൾ അല്ലാഹു നൽകി. എന്തിനു വേണ്ടി? രണ്ടാമത്തെ ഊത്ത് സർവ്വജനങ്ങളെയും മരിപ്പിക്കുക, മൂന്നാമത്തെ ഊത്ത് മരിച്ച ജനങ്ങളെ പിന്നീട് പുനർജീവിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്ത് ഊതാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഊതി സർവ്വരും മരിക്കും ഒഴികെ സയ്യിദുനാ റസൂലുള്ളാഹി. ആരൊക്കെ? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഊതിക്കൊണ്ടിരുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് അസ്റായീൽ അലൈഹിസ്സലാം. എന്താ, അവര് മരിക്കൂലേ? അവരും മരിക്കും. അതാണ് നമ്മൾ പഠിപ്പിക്കണം, അതാണ് നമ്മൾ പഠിക്കണം. അവരും മരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടുക്കലേക്ക് വിളിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കും. അല്ലാഹു പറയും, മുത്തിയാ ജിബ്രായീൽ, ജിബ്രീൽ നീ മരിക്കണം, നീ മരിക്കൽ നിർബന്ധമാണ്. ഫയമൂതു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയും അത്രേ. ജിബ്രീൽ അലൈഹിസ്സലാം വിട പറയും. ആരാണ് ജിബ്രീൽ? ആരാ ജിബ്രീൽ? ചെറിയ ആളല്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, എന്നെ കൊണ്ടുവന്ന് എന്റെ ജ്യേഷ്ഠന്മാര് കൊണ്ടുവന്ന പൊട്ടക്കിണറ്റിലേക്ക് തന്നെ തള്ളിയിടുമ്പോ ഞാൻ ഒരൊറ്റ ദുആണ്, അല്ലാഹ് യാ താലിബ കുല്ലൽ മത്ലൂബ്, ഈ തേട്ടം മുഴുവനും തേടുന്നതാകുന്ന രക്ഷിതാവ് പടച്ച റബ്ബേ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് എന്ന് ഞാൻ ദുആ ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രായം 12 വയസ്സ്. എത്ര വയസ്സ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്? 12 വയസ്സ്. 12 ആണ് എന്നും 17 ആണ് എന്നും ഉലമാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഐക്യകണ്ഠേന ഉറപ്പിച്ചത് 12 എന്നാണ്. കാരണം അദ്ദേഹത്തെ സഹോദരങ്ങൾ എടുത്തുകൊണ്ടാണ് അന്ന് കൊണ്ടുപോയത്. എടുത്തുകൊണ്ടുപോകണമെങ്കിൽ